എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഐറ്റം പുരാതനമാണ് എങ്കിലും പുതിയ തലമുറയ്ക്ക് വേണ്ടി വേഗത്തിൽ എങ്ങനെ കളിയോടയ്ക്ക തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അതിനായി ഈ ഒരു പാത്രത്തിൽ ഇടിയപ്പപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗം നാളികേരം, ഒരു നുള്ളു ജീരകം, ഒരു നുള്ളു കുരുമുളക് ചതച്ചത്, പാകത്തിന് ഉപ്പ് എന്നിവയാണ് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. എത്രയാണോ നമ്മൾ അരിപ്പൊടി എടുത്തിരിക്കുന്നത് അതിൻ്റെ 1.25 പാത്രം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം ഒന്ന് നന്നായി നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഒരു ശകലം കുറച്ചിടാം കേട്ടോ. ഇനി ജീരകം ഇട്ട് കൊടുക്കുക, കുരുമുളകും ഇട്ട് കൊടുക്കുക, നാളികേരം കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. കുറച്ച് മാവുകൾ നമുക്ക് പതുക്കെ പതുക്കെ ഇട്ട് ഇളക്കാം. തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി നമ്മൾ തീ കത്തിച്ച് സിമ്മിൽ വെച്ച് ഇളക്കിയെടുത്താൽ മതി. ഇതാ നോക്കൂ, നന്നായി ചേർത്ത് ഇളക്കി കഴിഞ്ഞതാ. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നന്നായി ആറാൻ വയ്ക്കുക. ആറിയതിന് ശേഷം വേണം ഉരുളകൾ ഉരുട്ടാൻ. ആറിയ ശേഷം മാവ് നന്നായി കൈകൊണ്ട് നന്നായി കുഴച്ച് കഴിഞ്ഞു. ഇനി ഇതേപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം എല്ലാ മാവും. കളിയോടയ്ക്കകൾ ഉരുട്ടി കഴിഞ്ഞു. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു. ഇനി കളിയോടയ്ക്കകൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഉടനെ ഇളക്കരുത് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇളക്കാൻ. എണ്ണയിലിട്ട് 5 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം മൂത്ത് വരാറായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ്ടോ കളിയോടയ്ക്കകളൊക്കെ മുകളിലേക്ക് ഇതെങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഒരു ഗോൾഡൻ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. പ്രത്യേകം നമ്മൾ ഇതിൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം അധികമാകാൻ പാടില്ല. അധികമായെങ്കിൽ പൊട്ടിത്തെറിക്കും. വളരെ സൂക്ഷിക്കുക. കറക്റ്റ് വെള്ളമായിരിക്കണം കേട്ടോ എടുക്കുന്നത്. ഗോൾഡൻ കളറായി കഴിഞ്ഞു. ഇനി നമുക്കിതാ ഈ ഒരു പാകത്തിൽ കോരിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ രീതിയിൽ കളിയോടയ്ക്ക തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഹാപ്പി ഓണം.